വിജയ് പോലൊരു നടന് ജനനായകൻ പോലൊരു സിനിമയാണോ സെൻഡ് ഓഫ് ആയിട്ട് കൊടുക്കേണ്ടത്? ഇതിന് ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഈ പറയുന്ന ദളപതി വിജയ് തന്നെയാണ്. എച്ച് വിനോദ് എന്ന് പറയുന്ന ഡയറക്ടറിനെ ചൂസ് ചെയ്തത് പോലും വിജയ് എന്ന് പറഞ്ഞ ആക്ടർ പറയുന്നത് പോലെ ആ സിനിമയെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ ഓഡിയൻസ് ഇഷ്ടപ്പെട്ടിരുന്ന ഇപ്പോൾ ലിയോ, ലോക്കി ആയാലും അറ്റ്ലി ആയാലും നെൽസൺ ആയാലും ഇത്തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ സ്റ്റഫ് എടുക്കുന്ന ഡയറക്ടേഴ്സിനെ ഒഴിവാക്കിയിട്ട് എച്ച് വിനോദ് എന്ന ഡയറക്ടർ തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ ആ ഒരു ഡയറക്ടർ തന്നെ ഇന്റർവ്യൂവിൽ പറയാതെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിൽ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എലമെന്റ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഇന്നൊരു പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് വേണ്ടി ഒരു സിനിമ എന്നുള്ള രീതിയിൽ, അതായത് നല്ലൊരു ഫിലിം മേക്കർ എന്ന് പറയുന്നത് അയാൾക്കൊരു കോൾ ഉണ്ടാവും. അതായത് ഞാൻ പറയുന്നതായിരിക്കും സിനിമ. ഈവൻ ഏതൊരു സ്റ്റാർ ആയാലും അല്ലെങ്കിൽ ഏതൊരു ആക്ടർ ആയാലും എന്താവട്ടെ, ടെക്നീഷ്യൻസ് ആയാലും അവർക്ക് ആ ഒരു വിഷനെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് അത് ഇമ്പാക്ട്ഫുൾ ആയിട്ട് എൻ്റെ വിഷനെ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യണവരെ മാത്രമേ ഒരു നല്ല ഡയറക്ടർ കൂടെ നിർത്തൂ. ഇപ്പം നമ്മളുടെ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള പല ഡയറക്ടേഴ്സും ഭയങ്കര അറഗൻ്റ് ആണ് സെറ്റിൽ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ആ ഒരു രീതിയിൽ പറയുന്ന സമയത്ത് ഇത് എത്ര ടീം വർക്കാണെന്ന് പറഞ്ഞാലും ഒരു ആക്ടർ വന്ന് അതിനകത്ത് കൈയിടുന്ന സമയത്ത്, അതല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറിനേക്കാൾ അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ആക്ടർ എനിക്ക് ഇങ്ങനെയാണ് ഈ സിനിമ വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കണം എന്നുള്ളത് പറയുമ്പോൾ അതിനും ഒരു സിനിമയായി തട്ടിക്കൂട്ടി പുറത്തിറക്കുന്ന സമയത്ത് ആ ആക്ടറിനെ ആൾക്കാർ കളിയാക്കുന്നതിൽ കൂടുതൽ ആ ഒരു ഡയറക്ടറിനെ ആയിരിക്കും കളിയാക്കുന്നത്. ഇപ്പോൾ എച്ച് വിനോദ് എന്ന് പറഞ്ഞ ഡയറക്ടറിൽ ഏറ്റവും കൂടുതൽ കളിയാക്കലും ഇതും പോകുന്ന സമയത്ത് അദ്ദേഹം വെറും ഒരു പപ്പറ്റ് മാത്രമായിരുന്നു ജനനായകൻ എന്ന സിനിമ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി, ഡയറക്ടർ എന്ന് പറയുന്ന പേര് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എച്ച് വിനോദ് എന്ന് പറയുന്ന ഡയറക്ടറിനെ അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജനനായകൻ എന്ന് പറയുന്ന സിനിമ ആ അവരുടെ ഓഡിയൻസിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് തൻ്റെ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു എച്ച് വിനോദ് എന്ന ഡയറക്ടറിനെ ഒരു പപ്പറ്റായി യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എടുത്ത ഒരു പടമാണ് നിങ്ങൾ കണ്ടത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ മുൻപേ വാണിംഗ് ആയിട്ട് പറയാണ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ദളപതി വിജയെക്കുറിച്ചാണ്, അതല്ലാതെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ വിജയ് അല്ല. കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് ഈ കാര്യം വേണം, ഈ കാര്യം വേണം, ഈ കാര്യം വേണം, ഇതെല്ലാം കൂടി എടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു സിനിമയാവും എന്നുള്ളൊരു ഫോർമാറ്റ് ചൂസ് ചെയ്താണ് ഈ ജനനായകൻ എന്ന സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇടയ്ക്ക് മാത്രം കുറച്ച് തമിഴ്നാട് ഓഡിയൻസിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കുട്ടി ഫാൻസിന് വേണ്ടി എന്നുള്ള രീതിയിൽ ജസ്റ്റ് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യും എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്ന കുറച്ച് AI വീഡിയോസും ഫാൻ മൊമെൻ്റ് ആയിട്ട് കുറച്ച് വീഡിയോ ക്ലിപ്സുകളും പഴയ സിനിമയുടെയൊക്കെ ഒരു അവിയൽ വരുവായിട്ടാണ് ജനനായകൻ എന്ന സിനിമ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത് വിജയ് എന്ന് പറയുന്ന ആക്ടറിൻ്റെ POVയിൽ നോക്കുന്ന സമയത്ത് തമിഴ്നാട് ഓഡിയൻസ് ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മലയാളം നമ്മൾ ഓഡിയൻസ് ആയാലും ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനത്തെ സിനിമകളല്ല കണ്ടു വളർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ സിനിമകൾ കൊള്ളില്ലെന്ന് തന്നെ പറയും. അത് കൂതറയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞത്. അതിപ്പോൾ വിജയുടെ ലാസ്റ്റ് സിനിമയാണെങ്കിൽ പോലും അത് കൂതറ സിനിമ തന്നെയാണെന്ന് തന്നെയാണ് നമ്മളെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. എൻഡ് ഗെയിം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സിനിമയിലായിപ്പോയല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ ഇത്രയാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചും, അല്ലെങ്കിൽ ജനനായകൻ എന്ന സിനിമ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെ ആയിരിക്കണമായിരുന്നു വിജയ് എന്ന് പറയുന്ന ആക്ടറിൻ്റെ ഒരു സെൻഡ് ഓഫ്, അല്ലെങ്കിൽ അവസാന സിനിമ? ഇപ്പോൾ വിജയ് എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഇത് ലാസ്റ്റ് സിനിമയാണെന്നുള്ളത് നമ്മൾ എപ്പോഴും റിമെമ്പർ ചെയ്തിരിക്കേണ്ടതാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അത് ലിയോ 2 തന്നെയായിരുന്നു. ലിയോ 2 എന്ന് പറയുന്നതിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡ് കൊടുത്ത് വിജയ് എന്ന് പറഞ്ഞ ആക്ടറിന് ഒരു സെൻഡ് ഓഫ് പോലെ ആ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു എൻഡ് കൊടുത്ത് അങ്ങ് എൻഡ് ചെയ്യിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ചിലപ്പോൾ അറ്റ്ലിയുടെ കൂടെ ഒരു പടം ചെയ്യണമെന്നുള്ള ഒരുപാട് പേരുണ്ടാവാം. അതുപോലെ തന്നെ നെൽസന്റെ കൂടെ ഒരു പടം ചെയ്യണം, എൻഡ് ഗെയിമായിട്ട് ആ ഒരു പടം അങ്ങനെ ചെയ്യണം, സെൻഡ് ഓഫ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാവാം. പക്ഷെ പേഴ്സണലി എനിക്ക് ലോകേഷ് കനകരാജിന്റെ കൂടെ ഒരു പടം, ഇപ്പം എല്ലാവരും പറയുന്നത് ലിയോ ആയിരുന്നു വിജയുടെ സെൻഡ് ഓഫ് അല്ലെങ്കിൽ ലാസ്റ്റ് സിനിമ എന്നുള്ളത് വിശ്വസിക്കാനാണ് ആഗ്രഹം എന്നുള്ളത്. വിജയുടെ ലിയോ എന്ന് പറഞ്ഞ സിനിമയുടെ വാല്യൂ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിജയ് ചെയ്തിട്ടുള്ള, അതിന് മുമ്പ് ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളും ലാസ്റ്റ് ഇപ്പോൾ ചെയ്ത ജനനായകൻ എന്ന് പറയുന്ന ആ സിനിമയും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലിയോ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള വിജയ് എന്ന ആക്ടറിനെ യൂസ് ചെയ്തിട്ടുണ്ട്, വിജയ് എന്ന സ്റ്റാറിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും. ഒപ്പം ഫോഴ്സ്ഫുള്ളി LCUലേക്ക് കണക്ട് ആയതും, അതുപോലെ തന്നെ അതിനകത്ത് ആ ഒരു ഫ്ലാഷ് ബാക്കിൽ വന്ന ചെറിയ കുറച്ച് ലോജിക് ഇല്ലാത്ത കുറേ സംഭവങ്ങളും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അത് മാത്രം മാറ്റി നിർത്തിയാൽ പോലും, അല്ലെങ്കിൽ അതോ ഇൻക്ലൂഡഡ് ആണെങ്കിൽ പോലും അതിലൊന്നും വലിയ നമ്മൾ ഫോക്കസ് കൊടുക്കാതെ തന്നെ ലിയോ എന്ന് പറഞ്ഞ സിനിമയെ അത്രത്തോളം ബെസ്റ്റ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ തന്നെ ഈ ഒരു വിജയ് എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ എൻഡ് ഗെയിം വരണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പേഴ്സണലി. അവിടെ പറ്റിയത് എന്തെന്ന് വെച്ചാൽ വിജയ് എന്ന് പറഞ്ഞ ആക്ടറിന് താൻ പറയുന്ന പോലെ ചെയ്യുന്ന ഒരു ഡയറക്ടർ വേണം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലോകേഷ് ആയാലും ക്രിയേറ്റീവ് ഡിഫറൻസ് കൊണ്ട് മാറി, കൈതിന്ന് മാറി, ഇതൊക്കെ നമ്മൾ കുറേ കേട്ടില്ലേ. കാരണം വിജയ് പറയുന്നത് പോലെ അനുസരിച്ച് അത് മാത്രം ചെയ്യുന്ന ഒരു ഡയറക്ടേഴ്സ് കുറവാണ്. അങ്ങനെ വളരെ റയറായിട്ടുള്ള ഡയറക്ടേഴ്സ് മാത്രമാണ് ഈ പറയുന്ന എച്ച് വിനോദിനെയൊക്കെ പോലുള്ള ഡയറക്ടേഴ്സ്.
അവരൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആക്ടർ പറയുന്നത് കേൾക്കും, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ നിൽക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സിനിമയെ കൊണ്ട് തലവെച്ചിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ലോകേഷിൻ്റെ അടുത്തൊക്കെ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു എലമെന്റ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒക്കൂല എന്നുള്ളത് പറയും കട്ടായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരും ഒത്തൊരു സിനിമ വരാത്തത്. ഇതിന് വേറൊരു എക്സാമ്പിളും കൂടെ ഉണ്ട്. കമൽ രജനി പടം എന്ന് പറഞ്ഞൊരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടേഴ്സ് എത്ര തവണ മാറി വന്നത് എന്തുകൊണ്ടാണ്? അവർ പറയുന്നതായിട്ടുള്ള അവരെന്ന സ്റ്റാർസിന് വേണ്ടി അവരുടെ ഫാൻസിന് കൊടുക്കേണ്ട രീതിയിലുള്ള ഈ രീതിയിലുള്ള ഒരു പടം വേണം, അല്ലെങ്കിൽ ഇന്ന എലമെന്റ് അതിനകത്ത് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പൊടി വാറണം, അങ്ങനത്തെ അവരുടെ കുറേ ഡിമാൻഡുകൾ വെക്കുന്ന സമയത്ത് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കട്ട്സുള്ള ഡയറക്ടേഴ്സ് അപ്പം തന്നെ ഒക്കൂല എന്ന് പറഞ്ഞ് മാറിക്കളയും. അത് തന്നെയാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഒരുപാട് ഡയറക്ടേഴ്സ് മാറിപ്പോകുന്നത്. വിജയ്ക്കൊരു എയിം ഉണ്ടായിരുന്നു, ഈ ഒരു CM എന്ന് പറയുന്ന ഒരു എയിം ഉണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ സിനിമകളിലൂടെ അതേ ഒരു ഫോർമാറ്റിൽ കൊണ്ട് എൻഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ജനനായകൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഒരു പൊളിറ്റിക്കൽ ഒരു അവിയൽ മിക്സ് പടം എടുത്ത് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പടം എന്തിന് അവസാനം ഒരു പടമാക്കി മാറ്റി എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും നിരാശ എന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന റൂമേഴ്സ് അനുസരിച്ച് വിജയ് ഇനിയും പടം ചെയ്യും എന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതിൽ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഒരു CM ആയി ഇരിക്കുക, അതല്ലെങ്കിൽ ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു അദ്ദേഹം ഇനി സിനിമകളിലേക്ക് വന്ന് ചേരുമോ എന്നുള്ളത് ഒരു വല്ലാത്തൊരു കൺഫ്യൂഷനാണ്. ഇപ്പം ഏതെങ്കിലും ഒരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലുക്കിലായിരിക്കുമല്ലോ CM ആയിട്ട് നടക്കേണ്ടത്. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. ഇപ്പം ലിയോ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലുക്കിൽ കുറേ ഡിഫറൻസ് ഒക്കെ വരാം. അപ്പോൾ ഇപ്പോൾ പാർത്ഥിപനായിട്ടാണ് ഇപ്പോൾ CM ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഇനി ലിയോ ആയിട്ട് CM ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും സിനിമയും ചെയ്ത് നടക്കുന്നു എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റ് പൊളിറ്റിക് പരമായിട്ടുള്ള കുറേ സംഭവം, അതിലൊന്നും ഞാൻ കടക്കുന്നില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാം. അപ്പോൾ അങ്ങനെ വെറുതെ ഉള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാതിരിക്കാൻ മേ ബി ഇനി വിജയ് എന്ന് പറയുന്ന ആക്ടറിൻ്റെ ഒരു അവസാന സിനിമ അത് ജനനായകനിൽ തന്നെ അങ്ങ് എൻഡാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരുപാട് റൂമേഴ്സ് വരുന്ന അനുസരിച്ച് വിജയ് ഒരു പടം കൂടി ചെയ്യും, അല്ലെങ്കിൽ ഇനിയും വിജയ് ഇടയ്ക്കിടയ്ക്ക് ഒരു 2 വർഷം 3 വർഷം ഗ്യാപ്പിട്ടൊക്കെ ഓരോ പടങ്ങൾ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന LCU ഫോർമാറ്റിൽ വരുന്ന ഒരു സിനിമ പോലെ, അല്ലെങ്കിൽ മാസ്റ്ററൊക്കെ പോലത്തെ ഒരു സിനിമ, മേ ബി മാസ്റ്റർ 2 ലോകേഷ് തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലിയോ 2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്റ്റാർസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, വേറെ കുറേ സ്റ്റാർസും കൂടി ഇൻക്ലൂഡഡ് ആവും. പക്ഷേ മാസ്റ്റർ 2 പോലെ ഒരു സിനിമയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താണോ മുമ്പോട്ട് വേണ്ടത് അതനുസരിച്ച് മാത്രം സ്ട്രാറ്റജിക്കലിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാൻസിന് എങ്ങനെ കയ്യിലെടുക്കണം, ഏത് തരം ഓഡിയൻസിനെ കൈയെടുക്കണം എന്നുള്ളതൊക്കെ കറക്റ്റ് അറിയുന്ന ഒരു ആക്ടറാണ്. ഇങ്ങോട്ട് കുറച്ച് ഒപ്പീനിയൻസ് പറയുന്ന സമയത്ത് അതെല്ലാം സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡയറക്ടേഴ്സിൻ്റെയോടൊപ്പം മാത്രം വിജയ് എന്ന് പറയുന്ന ആക്ടറിന് പടം ചെയ്യാൻ പറ്റും. 50% എൻ്റെ സിനിമയാണ്, അതുപോലെ തന്നെ ഫുൾ പെർസെൻറ്റേജ് എൻ്റെ സിനിമയാണ്, ഇങ്ങനെ കുറേ പെർസെൻറ്റേജ് കണക്കൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിജയ് എന്ന് പറഞ്ഞ ആക്ടർ എപ്പോഴും ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഇൻ്റർഫിയർ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു എയിം ഉള്ളത് കൊണ്ട് ആ രീതിയിൽ തന്നെയാണ് സിനിമകൾ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൽ വരുന്ന സിനിമകൾ ചെയ്യുകയുള്ളൂ. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് നമ്മൾ ആ ഇലക്ഷന് കണ്ടതും അദ്ദേഹം ഇപ്പോൾ CM ആയിരിക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ എൻഡാണ്, അല്ലെങ്കിൽ അത്തരം ഓഡിയൻസിന് വേണ്ടി ഒരു പ്രോപ്പർ എൻഡായിട്ടാണ് കൊണ്ടുവന്ന് ഈ സിനിമ നിർത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇലക്ഷന് മുമ്പാണ് ഈ സിനിമ ഇറങ്ങിയിരുന്നതെങ്കിൽ പോലും അവിടുത്തെ ഓഡിയൻസിനെ കറക്റ്റ് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഓഡിയൻസ് ഇതിൽ കൺവിൻസ്ഡ് ആവും. പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് ചിലപ്പോൾ ഇത് ദഹിക്കില്ല, ഇതൊക്കെ എന്തായി കാണിക്കുന്നത് എന്നുള്ളൊരു മൂഡായിരിക്കും നമുക്ക് വരുന്നത്. അദ്ദേഹം വലിയൊരു ബ്രഹ്മാണ്ഡ ആക്ടറാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പേഴ്സണലി എനിക്ക് അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്റ്റൈലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അദ്ദേഹം ഒരു കിടിലൻ ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഒരേ ടൈപ്പ് ആക്ടിങ്, ഒരേ ആവറേജ് ആക്ടർ. പക്ഷേ വിജയ് എന്ന് പറയുന്ന നടൻ, ഈ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ വിജയ് എന്ന് പറഞ്ഞ നടനെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പറ്റും. കാരണം അമ്മാതിരി കൊമേഴ്ഷ്യൽ വാല്യൂ ആയാലും സ്ക്രീൻ പ്രസൻസ് ആയാലും റിപ്പീറ്റ് വാല്യൂ, ഒരു സിനിമനെ എത്ര തവണ വേണോ അദ്ദേഹത്തിനെ കാണാൻ പറ്റും, സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു ഇമ്പാക്റ്റ് ആയാലും, ഇതിനെയൊക്കെയാണ് നമ്മൾ സ്റ്റാർഡം എന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആക്ടറിൻ്റെ ടാലൻറ്റ് അല്ലെങ്കിൽ സ്കില്ല്, പെർഫോം ചെയ്യാനുള്ള സ്കില്ലും അതുപോലെ തന്നെ സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ രണ്ടാണെന്നുള്ളത് വിജയ് എന്ന് പറഞ്ഞ ആക്ടറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. വിജയ് എന്ന് പറഞ്ഞ ആക്ടർ ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർത്ത അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു ആക്ടർ ആയതുകൊണ്ടല്ല അദ്ദേഹത്തിനെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ആ സ്റ്റാറായി വരാനുള്ള എന്തോ ഒരു എലമെൻ്റ് ഉണ്ട്. അതിനെ എന്താണ് നമുക്ക് കറക്റ്റ് കൺവേ ചെയ്യാൻ പറ്റില്ല. പലരും ഓറ എന്ന് പറയും, പലരും പല രീതിയിൽ അതിനെ പറയും. ലൈക്കബിലിറ്റി എന്ന് പറയും, പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണെന്ന് പറയാം, അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നുണ്ടാവും. പക്ഷേ അതെന്താണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം നല്ലൊരു ആക്ടർ അല്ല, പക്ഷേ ബീസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ജനനായകൻ എന്ന് പറയുന്നത് വിജയ്യുടെ വൺ ലാസ്റ്റ് ഡാൻസ് എന്നുള്ളതാണ് അവർ ടാഗായിട്ടായി കൊണ്ടുവന്നത്. വി നീഡ് വൺ മോർ ഡാൻസ്. അത് പക്ഷേ ഇതുപോലൊരു വേസ്റ്റ് ഡാൻസ് ആവരുത്. അതിന് പ്രോപ്പർ സിനിമ ലിയോ 2 ആണ്. ലിയോ 2 പോലൊരു സിനിമയിലൂടെ ഒരു സിനിമ അദ്ദേഹം ചെയ്യണം. ആ സിനിമയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം
തളപതി വിജയ് എന്ന് പറയുന്ന ആക്ടറിനെ കുറിച്ചാണ്. തമിഴ്നാട് CM ആയിട്ടുള്ള ശ്രീ ജോസഫ് വിജയിയെ കുറിച്ചല്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. റീസെന്റ് വീഡിയോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.